ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇന്ന് നമ്മളാണെങ്കിൽ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ചിക്കനായിരുന്നു കേട്ടോ. ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ കുറച്ച് ചീനി കൂടെ മേടിച്ചുകൊണ്ട് വന്ന്. അപ്പം നമ്മൾ ചിക്കൻ്റെ കാര്യത്തിന് വേണ്ടി ഉള്ളിയെല്ലാം അരിഞ്ഞ് അത് ഞാൻ വിചാരിച്ചത് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഓർത്തോ വേണ്ട, ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ അങ്ങ് പൊടിപ്പൊടിയായി പോകില്ല. ഇതാകുമ്പോൾ നീളത്തിൽ അരിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഇച്ചിരി വഴുന്നൊക്കെ ഒരു ഇച്ചിരി ഉണ്ട്. മറ്റേന്ന് വെച്ചാൽ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സാധാ രീതിയിലാണ് ഇന്ന് ചിക്കനൊക്കെ വെക്കുന്നത് കേട്ടോ. കടുവൊക്കെ പൊട്ടിച്ച് പിന്നെ അതിൻ്റെ കൂടെ സവാള എല്ലാം കൂടി എടുത്തങ്ങോട്ട് വഴറ്റി പിന്നെ വഴന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് സവാളയൊക്കെ അങ്ങോട്ട് വഴറ്റി. ഇന്ന് നല്ല കാര്യമായിട്ടൊക്കെ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പം ആദ്യമായിട്ട് ആർക്കെങ്കിലുമൊക്കെ കണ്ട് ചെയ്യാൻ ആദ്യമായിട്ടൊക്കെ ചെയ്ത് വരുന്നവർക്കൊക്കെ ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാനത് അങ്ങ് ഡീറ്റെയിൽ ആയിട്ടങ്ങ് എടുത്തങ്ങിട്ടത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ പരിപാടിയിലോട്ടെല്ലാം കാണുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അത് ഓഫ് ചെയ്തിട്ട് ഓരോരുത്തർക്കോട്ട് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം മോൻ വീട്ടിലുള്ളത് കൊണ്ടുണ്ടല്ലോ അത്യാവശ്യം ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ഇടുന്നുണ്ടല്ലോ. ഞാൻ 2 പച്ചമുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ കുറേ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. പിന്നെ അധികം എരിവില്ലാത്ത മുളക് പൊടിയും പിന്നെ ഒക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. എന്നാൽ ഒരുപാട് എരിവുള്ളതല്ല, എന്നാൽ എരിവ് അങ്ങനെ ഒരു ആവറേജ് രീതിയിലുള്ള എരിവാണ് നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഓൾറെഡി ഇതിനകത്ത് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോസ് എടുക്കാൻ അങ്ങ് മറന്നുപോയി കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ നാട്ടിലല്ലാത്തതുകൊണ്ട് തന്നെ കറിവേപ്പിലയൊന്നും നമുക്കങ്ങനെ ഇവിടെ അങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ കറിവേപ്പില ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ മേടിക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പം നാട്ടിലെ അത്രയും ആ ഒരു മണവും ഗുണവും ഒന്നും ഈ പുറത്തുനിന്ന് മേടിക്കുന്ന കറിവേപ്പിലയ്ക്ക് ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിങ്ങനെ കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ കുപ്പിക്കകത്ത് ഉണക്കിയിട്ട് കുപ്പിക്കകത്ത് ഞാനിങ്ങനെ അടച്ച് ഞാനിങ്ങനെ വയ്ക്കും. ഏകദേശം ഒരു 1-1.5-2 ആഴ്ചയോളം നമുക്ക് കേടുകൂടാതെ അത് അത്യാവശ്യം ഇരിക്കും. നമ്മൾ പണ്ട് നാട്ടിൽ പറഞ്ഞില്ലേ പാണ്ടി കറിവേപ്പിലയെന്ന്. സത്യത്തിൽ ആ കറിവേപ്പില കേട്ടോ, നമ്മുടെ നാട്ടിലെ കൂട്ടുള്ളതല്ലേ. ഇതിൽ ഇങ്ങനെ ചില്ലി പോലെ ഇരിക്കുന്നത്. അങ്ങനെ കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ അത്യാവശ്യം അതിനകത്തോട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ആദ്യമേ ഇട്ടുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നു പോയത് കേട്ടോ. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പച്ചമണം മാറുന്നുള്ളമാരെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ശകലം വെള്ളമൊക്കെ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അടിയൊക്കെ കരിയാതുകൊണ്ട് നമ്മൾ സിമ്മിലിട്ട് വേണം നന്നായിട്ട് ഇളക്കാൻ കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. ഓൾറെഡി നമ്മുടെ ഇറച്ചി ഒരു വിസിൽ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് അത്യാവശ്യം ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ ഒരു വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്തോട്ട് ഇട്ടങ്ങ് ഞാൻ നന്നായിട്ട് അങ്ങ് വേവിച്ചെടുത്തു കേട്ടോ. അപ്പം നന്നായിട്ട് ഇതിൽ കിടന്നും കൂടെ ഒന്നും കൂടെ വെന്തപ്പോഴത്തേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് അങ്ങ് ഇരിക്കും. അപ്പം പിന്നെ അങ്ങനെ മിക്കവാറും ഞാൻ ആ കുക്കറിനകത്തോട്ട് ഇട്ടങ്ങ് ഇറച്ചി അങ്ങ് വേവിക്കുന്നത്. ഇന്ന് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല. കുക്കറിനകത്തോട്ട് അങ്ങ് ഇട്ട് വേവിക്കാനായിട്ടാണെങ്കിൽ എൻ്റെ വലിയ കുക്കറിന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ കൊച്ചു കുക്കറാണ്, അതിനകത്ത് പറ്റത്തില്ല ഇറച്ചി. ഇത് തോനെ ഉള്ളത് കൊണ്ട് പറ്റിയില്ല. അങ്ങനെ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്ത്. പിന്നെ നല്ല കുരുമുളക് നമ്മൾ ഇടുന്നുണ്ടല്ലോ. ഇതും നമ്മൾ വറുത്തൻ കുരുമുളകാണ്, നമ്മുടെ നാട്ടിലെ അല്ല കേട്ടോ. നാട്ടിലെ കുരുമുളകൊക്കെ എൻ്റെ കയ്യിലിരുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് വറുത്തൻ കുരുമുളകാണ്. കുരുമുളക് ഇച്ചിരി തോനെ ഞാൻ ഇടുന്നുണ്ട്. കാരണം ഇവിടുത്തെ ചേട്ടന് ഇച്ചിരി എരിവ് കൂടുതൽ വേണം. ഇറച്ചിയൊക്കെ വെക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഇറച്ചി വേണമല്ലോ. പിന്നെ അതിലൂടെ മസാലപ്പൊടി പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചത് ഞങ്ങളുടെ അളിയൻ ആലപ്പുഴയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന നല്ല സൂപ്പർ മസാല കേട്ടോ. എന്നിട്ട് അത് പൊടിച്ച് വെച്ചേക്കുന്നത് എൻ്റെ അത് ഇതുവരെ എന്തായാലും തീർന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതുണ്ട്. അത് നമ്മുടെ നാട്ടിലേന്ന് പറയാം. ബാക്കിയെല്ലാം ഇവിടുത്തെ പാണ്ടിയായിപ്പോയി അല്ലേ. അപ്പം അതെല്ലാം ഇട്ട് നല്ല അടച്ച് വെച്ച് ഒരു സിമ്മിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ സെറ്റാകും നമ്മുടെ ചിക്കൻ കറി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് നോക്കാൻ എൻ്റെ മോന് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോസിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ചീനിയെല്ലാം കൂടെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് അത്യാവശ്യം എനിക്ക് ഇച്ചിരി ചീനി വേണമെന്ന് പറഞ്ഞ്, വേവുന്ന ചീനി ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞ് അങ്ങനെ ചീനിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ
കഥ പറയുന്നത് നിങ്ങളോടൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ മോനോട് കാര്യം പറഞ്ഞതാണ്. എൻ്റെ കൊച്ചവനോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ വേറെ ആരെങ്കിലും വേണ്ടേ നമ്മളോട് സംസാരിക്കാൻ. അപ്പോൾ പിന്നെ കൊച്ചു തന്നെ ശരണമെന്ന് വെച്ച് കൊച്ചിനോട് ഒന്നും രണ്ടും ഒറ്റയിരട്ടയൊക്കെ പിടിച്ച് വളർന്നു വരുന്ന രീതികളും വളർന്നു വന്ന അച്ചാച്ചനെയും അമ്മച്ചിയും നോക്കണമെന്നും അങ്ങനെ ഈ ചുട്ടയിൽ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ കൊച്ചിനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓതി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെയ്യുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഒരു പിന്നെ പപ്പടക്കറി വെക്കാനായിട്ട് വെച്ചാൽ അതിന് അധികം കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ പപ്പടം നന്നായിട്ട് കുനുകുനാന്നെടുത്ത് ഒന്ന് വറുത്തെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു തേങ്ങയും ഇച്ചിരി ചെറിയ ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കണം. അരച്ച് അതിനകത്തോട്ട് ചേർത്ത് നമ്മുടെ അടിപൊളി പപ്പടക്കറി റെഡിയാകും കേട്ടോ. അപ്പം നമ്മുടെ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട്. ചീനി വെന്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനും കൂടെ വറുത്തിട്ടുണ്ട്. എനിക്ക് മീൻ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം. അപ്പോൾ ഇത്രയും ടാറ്റ ബൈ, സീ യു.